യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നല്ല ഐശ്വര്യമുള്ള മോളാ. വൈകമോളെക്കാളും നല്ല നിലയിലെത്തും. ദേ ഉള്ളത് പറയണമല്ലോ, പെൺകുഞ്ഞാണെങ്കിലും മുഖം കാർത്തിക്കിന്റേത് തന്നെയാ. അതേ ഛായ. തെക്കര് മോളെ. എന്താ മോളെ ഇത്? ഇങ്ങനെ ദേഷ്യം വരാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു പെണ്ണിന് പിറക്കുന്ന കുഞ്ഞ് അവളുടെ ഭർത്താവിന്റെ തനി പകർപ്പാണെന്ന് പറയുന്നതില് അഭിമാനിക്കല്ലേ വേണ്ടത്? അച്ഛമ്മ, ഇത്തരം വർത്തമാനങ്ങളിൽ എനിക്ക് തീരെ താല്പര്യമില്ല. ഇഷ്ടമല്ല എനിക്ക്. എനിക്കറിയാം മോളെ, ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ നടന്നത്. അതിൻ്റെതായ സങ്കടം മോളുടെ ഉള്ളിൽ കാണും. സുന്ദരിയാണ് അതിന് കാരണക്കാരിയെന്ന് മോള് വിചാരിക്കുന്നിടത്തോളം കാലം ആ ദേഷ്യം സുന്ദരിയുടെ ബന്ധുക്കളോട് കാണിക്കുകയും ചെയ്യും. എന്തൊക്കെയായാലും നമ്മള് കാലത്തിന് സാഹചര്യത്തിനനുസരിച്ച് ജീവിച്ചല്ലേ പറ്റൂ മോളെ, മാറിയല്ലേ പറ്റൂ. അത് മറ്റുള്ളവർക്ക് കൂടി ഗുണം ചെയ്യുമെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കുന്നതിൽ എന്താ തെറ്റ്? സുന്ദരിയുടെ മഹത്വം വർണ്ണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ വേണ്ട. അച്ഛമ്മ പോകുന്നതായിരിക്കും നല്ലത്. അമ്മ, ഇവിടെ ഞങ്ങൾ നല്ല ടെൻഷനില്ല. പ്ലീസ് തൽക്കാലം പോ. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണാം. ഒരു കാര്യമില്ലാതെ കുഞ്ഞിനെ കാണാൻ വേണ്ടി മാത്രമായി ഞാൻ ഈ വീട്ടിലേക്ക് വന്നു കയറില്ല മാഡം. എനിക്ക് പറയാനുള്ളത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. കാലം എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും ഒരു പെണ്ണിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ തന്തയാരെന്ന് ചോദിച്ചാ ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ടെന്ന് പറയുന്നത് അഭിമാനം തന്നെയാ. ഇവിടെ ഇപ്പോ ഇതിന്റെ തന്തയെ വേണ്ടാന്ന് വെച്ചിരിക്കുന്നത് മോളാ. നിങ്ങളെ അവൻ വേണ്ടാന്ന് വച്ചിട്ടില്ലെന്ന് മാത്രമല്ല, മോളെ ഒന്ന് കാണാൻ വേണ്ടി പലരുടെയും പിന്നാലെ നടന്ന് കാല് പിടിക്കേ കാർത്തിക്ക്. ഇപ്പോ സുന്ദരിയെ കാണാനില്ലെന്നുള്ള വിവരം മോളും അറിഞ്ഞു കാണുമല്ലോ. ഞങ്ങളുടെ കണക്കുകൂട്ടല് ശരിയാണെങ്കിൽ സുന്ദരി കാർത്തിക്കിന്റെ കസ്റ്റഡി തന്നെയാ ഉള്ളത്. നോക്കച്ചമ്മ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും കേൾക്കാൻ വേണ്ട. അങ്ങനെയങ്ങ് പോകാൻ വരട്ടെ, നിക്ക്. കാർത്തിക് സുന്ദരിയെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. ഞങ്ങൾ ആരെങ്കിലും ഇടപെട്ട് നിന്നെയും കുഞ്ഞിനെയും അവനെ തിരിച്ചേൽപ്പിക്കണമെന്ന്. നോക്കുമോളെ, നിനക്ക് വേണ്ടി ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ചവളാ എന്റെ സുന്ദരി മോള്. ഇപ്പൊ അവളെ കാണാതിരിക്കുന്നതിനും കാരണക്കാരി നീ തന്നെയാ. സുന്ദരിയെ തിരിച്ചു കിട്ടണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. കാർത്തികിനെ മോള് ഒന്ന് വിളിക്കണം, അവനെ അംഗീകരിക്കണം. പ്രായത്തിന് മൂത്തതായിപ്പോയി, അതുകൊണ്ടാ ഇതിന് തക്ക മറുപടി ഞാൻ പറയാത്തത്. അമ്മയ്ക്ക് ഇപ്പൊ തൃപ്തിയായില്ലേ? കുഞ്ഞിനെ അങ്ങോട്ട് താലോലിക്കാൻ കൊടുക്കാത്തതിലായിരുന്നല്ലോ വിഷമം. അതങ്ങ് മാറി കിട്ടിയല്ലോ. മര്യാദയ്ക്ക് പിടിച്ച് പുറത്താക്കാൻ നോക്കി ഇതിനൊക്കെ. എന്റെ സുന്ദരിക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ആര് സമാധാനത്തോടെ ജീവിക്കുമെന്ന് കരുതണ്ട. നേരം വെളുത്ത വൈകുന്നത് വരെയും വൈകാ മേഡം ഒന്നും വൈദേഹി അമ്മയെന്നും പറഞ്ഞ് ജീവിച്ച കൊച്ചിനെയാ കാണാതായിരിക്കുന്നത്. അത് നിങ്ങൾ കാരണമാണെങ്കിൽ അതിന് പരിഹാരം കാണാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അമ്മ പ്ലീസ്, ദയവ് ചെയ്ത് അമ്മ ഇപ്പൊ പൊയ്ക്കോളൂ. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അത് കൃഷ്ണൻ അറിയാം. മാഡം, മോളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. തൽക്കാലത്തേക്കെങ്കിലും കാർത്തിക്കിനെ ഒന്ന് അംഗീകരിച്ചു കൊടുത്ത അവൻ എന്റെ കൊച്ചിനെ തിരിച്ചു തരും. നിങ്ങളൊക്കെ വലിയവരാ. പാവങ്ങളുടെ വിഷമൊന്നും മനസ്സിലാവില്ല.
പറ്റുമെങ്കിൽ ഒന്ന് പറയേ. ഒരു പെങ്കൊച്ചിന്റെ ജീവന്റെ കാര്യം രക്ഷിക്കാൻ നോക്കൂ മാഡം. ചെടി പൂക്കൾ വന്നു തുടങ്ങി. ആ, അടുത്ത സൺഡേ നമുക്ക് കുറച്ച് ചെടികൾ വാങ്ങണം. ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, അത് വാങ്ങാം നമുക്ക്. പഠിക്കാൻ പോകുമ്പോ നഴ്സറി കയറി ചെടികൾ നോക്കില്ല പരിപാടിയല്ലേ? ജസ്റ്റ് ടൈം പാസ് അച്ഛാ, അത്രേ ഉള്ളൂ. പിന്നെ ഒരു ടൈം പാസ്. മോളെ ആ പൈപ്പം കടച്ചു. ആ സാർ വരൂ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഏയ്, എന്തിന്? നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം. സമയം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സ്റ്റേഷനിലേക്ക് വരായിരുന്നു. സ്റ്റേഷനിലേക്ക് വിളിച്ച് അന്വേഷിപ്പിക്കാൻ നിങ്ങളൊരു കുറ്റവാളിയൊന്നുമല്ലല്ലോ. ആക്സിഡന്റ് പറ്റിക്കിടന്ന ഒരു പെൺകുട്ടിയെ സഹായിച്ചു. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ വീട്ടിൽ വന്ന് കണ്ടുവേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. സത്യത്തിൽ ആ പെൺകുട്ടി ആരാണെന്നോ എന്താണെന്നോ ഞങ്ങൾക്കറിയില്ലായിരുന്നു. അല്ല, അജയ് ഘോഷ് ഈ പറഞ്ഞ സുന്ദരിയെ കാണുമ്പോ ആ കുട്ടിയുടെ സമീപത്ത് ആരെങ്കിലും കണ്ടതായി ഓർമ്മയുണ്ടോ? ഞാനും വൈഫും കൂടി മോളുടെ സ്കൂളിലും PTA മീറ്റിങ്ങിന് പോയിട്ട് വരികയായിരുന്നു. മോളാ സൈഡിൽ ഇരുന്ന് വിളിച്ചു പറഞ്ഞത്, അച്ഛാ ചേച്ചി ആക്സിഡന്റ് ആയി കിടക്കുന്നെന്ന്. ഞങ്ങൾ വണ്ടിയിലെടുത്തോണ്ട് പോകുമ്പോ ആ കുട്ടിക്ക് ബോധമില്ലായിരുന്നു. തനിച്ച് മറിഞ്ഞു വീണെന്നാ കരുതിയത്. പിടിച്ചു വണ്ടിയെ കയറ്റി ഞങ്ങൾ റോയൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു. നിങ്ങൾ കൊണ്ടുപോകുമ്പോഴും സുന്ദരിക്ക് ബോധം വന്നിട്ടുണ്ടായിരുന്നില്ലല്ലേ? ഇല്ല സർ, പക്ഷേ ആശുപത്രി ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സുന്ദരി ഉണർന്നു, കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം കുട്ടിയെ സ്കാനിങ്ങിനോ മറ്റോ കൊണ്ടുപോയി. ഓക്കെ, അതിന്റെ റിപ്പോർട്ട് കിട്ടുന്നത് വരെ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തോ? റിപ്പോർട്ട് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്തില്ല. സ്കാനിങ് കഴിഞ്ഞ് സുന്ദരിയെ ഒബ്സർവേഷൻ റൂമിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾക്കൊരു മാരേജ് ഫംഗ്ഷനിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ടും പിന്നെ സുന്ദരി തന്നെ എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞതുകൊണ്ടും അപ്പൊ തന്നെ നമ്മൾ ഇറങ്ങി. ആ സമയത്ത് സുന്ദരിയുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നോ? അതിന് വഴിയില്ല സാറേ. പിന്നെ നമ്മളത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാ സത്യം. കുട്ടിക്ക് ബോധമില്ലായിരുന്നല്ലോ, അപ്പൊ കൈ കാണാൻ സാധ്യതയില്ല. ഓക്കെ, പക്ഷേ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായി അജയ് ഘോഷ്. സുന്ദരിയെ ഹോസ്പിറ്റലിൽ നിന്ന് മിസ്സായി. ഈ നിമിഷം വരെ ആളെവിടെയാണെന്ന് ഒരു വിവരവും കിട്ടിയിട്ടില്ല. അയ്യോ, ആ കുട്ടി ഇതെവിടെ പാൻ? ഇനി ഇതിന്റെ ഒരു ട്വിസ്റ്റ് പറയാം. അജയ് ഘോഷ് ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്ന് പറയുന്ന അതേ കുട്ടിയെ തന്നെയാണോ ഞങ്ങൾ അന്വേഷിക്കുന്നതെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് CCTV ഫൂട്ടേജ് എടുക്കാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. അതിൽ തന്നെ മുഖം വ്യക്തമായാലേ ആളിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ. ഞാനൊരു ഫോട്ടോ കാണിച്ചാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കുട്ടി തന്നെയാണെന്ന് പറയാൻ പറ്റുമോ? ആ മുഖം ഓർമ്മയുണ്ടാവൂ? ആ ചേച്ചിയുടെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട് അച്ഛാ. അത് ശരിയാ, ഇവൾക്കൊരു IAS ഓഫീസർ ആകണമെന്ന് വലിയ ആഗ്രഹമാണ്. സുന്ദരി ആ ലൈനിലാണെന്ന് പറഞ്ഞപ്പോ ഇവൾക്ക് വല്ലാത്ത ക്രേസായി. മോള് സുന്ദരിയുടെ കൂടെ ഒരു സെൽഫി എടുക്കുകയും ചെയ്തു. IASന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സുന്ദരി തന്നെയാണെന്ന് ഉറപ്പാ. മോളെ ആ ഫോട്ടോ ഒന്ന് കാണിച്ചേ.